നമസ്കാരം. പോലീസുകാർ കുറ്റവാളികൾക്കെല്ലാം ഒരേ നീതി നൽകണമെന്നാണ് നിയമം. എന്നാൽ സോളാർ കേസിൽ ബിജു രാധാകൃഷ്ണനും സരിതയ്ക്കും പോലീസുകാരിൽ നിന്ന് വിവേചനം നേരിടുന്നുണ്ടത്രേ. തിരുവഞ്ചൂരിന്റെ പോലീസ് സരിതയെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, കേസ് ഒതുക്കി തീർക്കാൻ സഹായിക്കുന്നു. എന്നാൽ ബിജുവിനെ ചവിട്ടിക്കൂട്ടുന്നു. ഇതെവിടുത്തെ നീതി എന്നാണ് ബിജു ചോദിക്കുന്നത്. കൊലക്കേസിലും തട്ടിപ്പു കേസിലും പിടിയിലാകുന്നവർക്ക് പുതിയ പാഠങ്ങൾ സമ്മാനിക്കുന്ന സോളാർ വിശേഷങ്ങളാണ് ഇന്ന് ഡെമോക്രസിയിൽ. എല്ലാവർക്കും സ്വാഗതം. ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂരും പോലീസുകാർ മൊത്തമായും തന്നോട് സ്നേഹമില്ലാതെ പെരുമാറുന്നതിൽ നിന്ന് മോചനം നേടാൻ ബിജു രാധാകൃഷ്ണൻ തീരുമാനിച്ചു. അങ്ങനെയാണ് സരിത പണ്ട് പറഞ്ഞ ഒളിക്യാമറ ദൃശ്യങ്ങളെക്കുറിച്ച് ബിജു പറഞ്ഞു തുടങ്ങിയത്. എല്ലാം പുറത്തുവിടാനുള്ള നീക്കമാണത്രേ നടക്കുന്നത്. ആദ്യം ഭീഷണിപ്പെടുത്തലാണ്. സരിതയെ ഭീഷണിപ്പെടുത്താൻ അഭിഭാഷകന് നീണ്ടൊരു കത്തങ്ങ് എഴുതി വിട്ടു ബിജു രാധാകൃഷ്ണൻ. പെറ്റ തള്ളയെ വഞ്ചിച്ച വഞ്ചക, ഒരു കാലത്തും നീ ഗുണം പിടിക്കത്തില്ലടാ. കള്ളത്തരങ്ങൾ പറഞ്ഞു വരത്തി എന്നെ നാറ്റിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ ഫലം നീ അനുഭവിക്കും. എടാ ചീക്കക്കൊടവയറ, എന്നോട് മത്സരിച്ച് നീ രക്ഷപ്പെടാമെന്ന് കരുതണ്ട. അമ്മയുടെ പെട്ടിയിൽ നിന്നും നീ കട്ടെടുത്ത 10,000 രൂപ നിന്റെ തന്തയുടെ തറവാട്ട് വകയല്ല. അദ്ദേഹം എന്നോട് വാക്കാൽ പറഞ്ഞിരുന്നു, ഇതുപോലെ മുൻ മന്ത്രിയായ ഗണേഷ് കുമാറിനെ അവനോട് പറയണം, ഇതുപോലെ ഞാൻ ഏത് നിമിഷവും ഇവിടുന്ന് ജയിലിൽ നിന്ന് വെളിയിൽ ഇറങ്ങും, ഞാൻ പത്തനാപുരത്ത് വന്ന് അദ്ദേഹത്തെ കുത്തിക്കൊല്ലുന്നു. അത് തിരിച്ചു തന്നു നീ എന്നോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇടവഴിയിൽ ഒളിച്ചു നിന്നെങ്കിലും നിന്നെ കുത്തിക്കൊല്ലും. ഇതുപോലെ ഞാൻ ഏത് നിമിഷവും ഇവിടുന്ന് ജയിലിൽ നിന്ന് വെളിയിൽ ഇറങ്ങും, ഞാൻ പത്തനാപുരത്ത് വന്ന് അദ്ദേഹത്തെ കുത്തിക്കൊല്ലുന്നു. ഇത് സത്യം, സത്യം, സത്യം എന്ന് നിന്റെ അന്തകൻ അജിത്ത് എന്ന് പറഞ്ഞ ഒരു കമ്മീഷണറുടെ പേര് എന്നോട് പറഞ്ഞു. എനിക്കത് അറിയത്തില്ല ആരാന്ന്. കമ്മീഷൻ അവനോടും കൂടെ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. അവൻ്റെ അവിടെ അടുത്ത നമ്പർ അവൻ്റെയാണ്. ഇത് രണ്ട് കാര്യങ്ങൾ എന്നോട് പറയണമെന്ന് പറഞ്ഞു. കത്ത് വായിച്ചിട്ടുണ്ടോ? സരിത പേടിക്കുന്നു. സോളാർ കേസെല്ലാം ഒത്തുതീർപ്പാക്കി വിദേശവാസത്തിനായുള്ള ഒരുക്കത്തിലാണ് കക്ഷി. മാത്രമല്ല ഉമ്മൻചാണ്ടി സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നത്. സരിത പേടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ബിജു പഴയ CD-യുടെ കഥ എടുത്തു പുറത്തിട്ടു. സരിത പണ്ട് ഭീഷണിപ്പെടുത്തിയതുപോലെ മന്ത്രിമാർ അടക്കമുള്ള 3 വമ്പൻ നേതാക്കളുടെ പേരും പറഞ്ഞ് പേടിപ്പിച്ചു. സരിതയ്ക്കൊപ്പം അവർ അഭിനയിച്ച അഡൾട്ട്സ് ഓൺലി ചിത്രം ഉടൻ റിലീസ് ചെയ്ത് കളയുമെന്ന് അഭിഭാഷകനെ കൊണ്ട് പറയിച്ചു. നാട്ടുകാർക്കായി പ്രത്യേക അനൗൺസ്മെന്റ് തന്നെ സംഘടിപ്പിച്ചു. യാതൊരു തരത്തിലും പൊതുജനങ്ങളെയോ തെറ്റിദ്ധരിപ്പിക്കാനോ വഞ്ചിക്കാനോ വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്താവന ആയിരുന്നില്ല അത്. യഥാർത്ഥത്തിൽ അപ്രകാരം വീഡിയോ ദൃശ്യങ്ങളുണ്ട്. ചിറ്റാരിക്കടവുകാരുടെ ചിരകാല സ്വപ്നം പൂവണിയുന്ന സുദിനം ഇതാ. സുഹൃത്തുക്കളെ, വർഷങ്ങളായി പൂട്ടിക്കിടന്നിരുന്ന ചിറ്റാരിക്കടവിലെ ഏക സിനിമാ തിയേറ്റർ ലക്ഷ്മി ടാക്കീസ് എന്ന പേരിൽ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുകയാണ്. ലക്ഷ്മി ടാക്കീസിന്റെ നയന മനോഹരമായ വെള്ളിത്തിരയിൽ പ്രദർശനത്തിനെത്തുന്ന പ്രഥമ ചിത്രം ഇതാ, കുമാര സംഭവം, പുണ്യ പുരാണ മഹാസംഭവം. അത് പ്രസിദ്ധപ്പെടുത്തുന്നതിന് ബിജുവിന്റെ രേഖാമൂലമായ അനുമതി വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് കൊല്ലത്തെത്തിയത്. ആബാലവൃദ്ധം ജനങ്ങളെ ഭക്തിയുടെ ഉത്തുംഗ ശൃംഗത്തിൽ പിടിച്ചിരുത്തുന്ന സംഭവം കുമാര സംഭവം. അടുത്ത് സംസാരിച്ച് അപ്രകാരം ഒരു രേഖ എഴുതി വാങ്ങിക്കുന്നതിന് വേണ്ടുന്ന സാവകാശം എനിക്ക് കിട്ടിയിട്ടില്ല. വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ബിജുവിൽ നിന്ന് രേഖാമൂലം അനുമതി വാങ്ങിയിട്ട് അത് പ്രസിദ്ധപ്പെടുത്തുന്നതായിരിക്കും. കൈലാസത്തെ കിടുകിട വിറപ്പിച്ച പരമശിവന്റെ കണ്ണുനീരിൽ കുതിർന്ന കഥന കാവ്യം. വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ കണ്ടിരുന്നു. ആരാണ് ഗംഗ? എന്തിനാണ് പാർവതി പൊട്ടിത്തെറിച്ചത്? ദക്ഷന്റെ മനസ്ഥിതി എന്താണ്? ഇതിന്റെ ഉത്തരം കാണുവാൻ ചിറ്റാരിക്കടവ് ലക്ഷ്മി തിയേറ്ററിൽ നിങ്ങൾ വരിക. ബിജു തിരൂർ കോടതിയിൽ മൊഴി നൽകിയ കേന്ദ്രമന്ത്രി KC വേണുഗോപാൽ, സംസ്ഥാന ടൂറിസം മന്ത്രി AP അനിൽകുമാർ, മുൻ മന്ത്രി KB ഗണേഷ് കുമാർ, മുൻ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ, ഇവരുടെ ദൃശ്യങ്ങളാണ് പ്രധാനമായിട്ടും CD-യിൽ ഞാൻ കണ്ടത്. ദിവസേന 3 പ്രദർശനങ്ങൾ, 2:30, 6:30, 9:30. കുമാര സംഭവം, കുമാരന്മാരുടെയും കുമാരിമാരുടെയും സംഭവം, കുമാര സംഭവം. എല്ലാ ദൃശ്യങ്ങളും ലൈംഗികമായ ദൃശ്യങ്ങൾ തന്നെയാണ്. ഇവരൊക്കെ സരിതയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. കൈലാസത്തിലെ ഹിമവൽ സാനുക്കളിൽ പാർവതിയും പരമശിവനും ചേർന്നൊരുക്കുന്ന പ്രണയരംഗങ്ങൾ, പ്രേക്ഷകരെ കുടുകുട പൊട്ടിച്ചിരിപ്പിക്കുന്ന ഹാസ്യരംഗങ്ങൾ ഒന്നിൽ കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഇനിയും ബിജു പേര് വെളിപ്പെടുത്താത്ത പല ഉന്നതരായ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ നേതാക്കളുമുണ്ട്. ചിറ്റാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ കുമാര സംഭവം, ദിവസേന 3 പ്രദർശനങ്ങൾ. സ്ഥലങ്ങൾ തേക്കടി ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അത് ഡയറി കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കിയ സംഗതിയാണ്. തേക്കടി ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഡൽഹിയിലെ പല സുഹൃത്തുക്കളുടെ, KC വേണുഗോപാലിൻ്റെ സുഹൃത്തുക്കളുടെ പല വീടുകളുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ വെച്ച് ബന്ധപ്പെട്ടതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ എറണാകുളത്ത് സിറ്റി പോലീസ് കമ്മീഷണറുടെ റെസിഡൻസിൽ വെച്ചിട്ടും ബന്ധപ്പെട്ടതായിട്ടാണ്. ചിറ്റാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ മറ്റൊരു ജ്വലകലാ സൃഷ്ടി.
നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ, നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ, ഇതാ ഇന്ന് മുതൽ, നാളെ മുതൽ ഇതാ. അദ്ദേഹം അന്ന് പറയാനുണ്ടായ ഒരു മാനസികമായ സാഹചര്യം എന്ന് പറയുന്നത്, ഈ രശ്മി വധക്കേസിന് മുൻപുള്ള ട്രയലിന് മുൻപ് അദ്ദേഹം വളരെ ടെൻസ്ഡ് ആയിരുന്നു. ആ സാഹചര്യത്തിലാണ് അദ്ദേഹം അത് പറയാൻ ഇത്തരം വെളിപ്പെടുത്തലുണ്ടായത്. മാത്യു സാറിനും ഞങ്ങൾക്കൊക്കെ ഈ വസ്തുത വളരെ മാസങ്ങൾക്ക് മുമ്പേ അറിയാവുന്നതാണ്. ഞങ്ങൾ അഭിഭാഷകൻ എന്ന നിലയിൽ ഞങ്ങളുടെ പ്രൊഫഷണൽ കോൺഫിഡൻസ് ഞങ്ങൾ സൂക്ഷിക്കുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കണം സാർ അത് പുറത്തു പറഞ്ഞത്. ചിറ്റാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ ഇതാ ഇന്ന് മുതൽ ഇതാ നാളെ മുതൽ, ഇതാ ഇന്ന് മുതൽ ഇതാ നാളെ മുതൽ, ഇതാ ഇന്ന് മുതൽ ഇതാ അങ്ങനെ അങ്ങനെ ഒരു ബിജുവിൽ നിന്ന് രേഖാമൂലം അനുമതി വാങ്ങിയിട്ട് അത് പ്രസിദ്ധപ്പെടുത്തുന്നതായിരിക്കും. നാട്ടിലാകെ വിവാദം കൊഴുത്തു. സിനിമ ഉടൻ റിലീസാകുമോ? അമ്മാതിരി ഒരു സിനിമയുടെ പേരിൽ പ്രതിഷേധ പ്രകടനങ്ങളും വ്യാപകമായി. ബിജുവിന്റെ അനൗൺസ്മെന്റ് കേട്ടയുടനെ സിനിമയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ രംഗത്തെത്തി. കട്ടിക്കിടിച്ചാലും പുറത്തു പറയില്ലെന്നാണ് സുതാര്യതയെ പിടിച്ച് ആണയിടുന്ന ഉമ്മൻചാണ്ടി പറഞ്ഞുകൊണ്ടിരുന്നത്. ബിജു രാധാകൃഷ്ണന്റെ അഭിഭാഷകന്റെ വെളിപ്പെടുത്തലോടെ ഉമ്മൻചാണ്ടിയുടെ സഹമന്ത്രിമാരും ഒരു കേന്ദ്രമന്ത്രിയെയും സരിതയെ ശാരീരികമായി ഉപയോഗിച്ചു എന്ന കാര്യം വെളിപ്പെട്ടിരിക്കുകയാണ്. കേന്ദ്ര സഹമന്ത്രി വേണുഗോപാൽ, സംസ്ഥാന ടൂറിസം മന്ത്രി AP അനിൽകുമാർ, മുൻ മന്ത്രി ഗണേഷ് കുമാർ എന്നിവർ സരിതയെ ശാരീരികമായി ഉപയോഗിച്ചു എന്നാണ് ബിജു രാധാകൃഷ്ണന്റെ അഭിഭാഷകൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കാര്യം സരിതയുടെ ഡയറിയിലുണ്ടെന്നും ഒളി ക്യാമറയിൽ സരിത പകർത്തിയ പീഡന ദൃശ്യങ്ങൾ ഹാജരാക്കാൻ തയ്യാറാണെന്നും ബിജു രാധാകൃഷ്ണന്റെ അഭിഭാഷകൻ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം തന്നെയാണ് ഗസ്റ്റ് ഹൗസിലെ സംഭാഷണത്തിൽ ബിജു രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞിട്ടുള്ളത്. ഇക്കാലം അത്രയും ഇത്ര ഗുരുതരമായ പ്രശ്നം ഒളിപ്പിച്ചു വെച്ച മുഖ്യമന്ത്രി ഗുരുതരമായ കുറ്റവും സത്യപ്രതിജ്ഞാ ലംഘനവുമാണ് നടത്തിയിരിക്കുന്നത്. എങ്ങോട്ടാണ് ഈ സമൂഹത്തിന്റെ പോക്ക്? ഇക്കിളിപ്പെടുത്തുന്ന ഹീനവികാരങ്ങൾ ഊതുവീർപ്പിച്ച് കലയുടെ പേരിൽ സ്ത്രീകളുടെ നഗ്നത പ്രദർശിപ്പിച്ച് പണം പിടുങ്ങുന്ന ഈ ഏർപ്പാടിനെതിരെ ജനം പ്രതികരിക്കണം. സഹമന്ത്രിമാരാൽ പീഡിപ്പിക്കപ്പെട്ട വിവരം അറിഞ്ഞ മാത്രയിൽ തന്നെ അവരെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുകയും അവർക്കെതിരെ ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് കേസെടുത്ത് അന്വേഷിക്കുകയും ചെയ്യാൻ ഭരണഘടനാപരമായി ബാധ്യതയുള്ളയാളാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉമ്മൻചാണ്ടി. അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, സഹമന്ത്രിമാരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും ഇരയെ അവഗണിക്കുകയും ജനങ്ങളെ നുണ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. താർക്കോവിസ്കി, പോളാൻസ്കി തുടങ്ങിയ മഹാരഥന്മാരുടെ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൽ നഗ്നതയുണ്ട്. പക്ഷേ ആ നഗ്നത ചലച്ചിത്ര സംസ്കാരത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇവിടെയോ മന്ത്രിമാർ സരിതയെ പീഡിപ്പിച്ച വിവരങ്ങളും ദൃശ്യങ്ങളും പുറത്തു വരുന്നതിന് മുമ്പ് അവരെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറാവണം. ആത്യന്തം ഗുരുതരമായ ഈ കുറ്റകൃത്യം സംബന്ധിച്ച് മാസങ്ങൾക്ക് മുമ്പേ അറിഞ്ഞിട്ടും അത് മറച്ചുവെച്ച് ജനങ്ങളെയും നീതിനിർവഹണ സംവിധാനത്തെയും തെറ്റിദ്ധരിപ്പിച്ചതിന് ഉമ്മൻചാണ്ടി പരസ്യമായി മാപ്പ് പറയണം. ഭാരത സ്ത്രീകളുടെ തുണിയുരിഞ്ഞ് ശരീരം പ്രദർശിപ്പിച്ച് പാരമ്പര്യത്തെയും സംസ്കാരത്തെയും നശിപ്പിക്കുന്ന ചില നരാധമന്മാരുടെ കൈകളിലാണ് നമ്മുടെ സിനിമയെന്ന് ഓർക്കുമ്പോൾ നാണവും മാനവും ഉണ്ടെങ്കിൽ ജനങ്ങളെയാകെ കബളിപ്പിച്ചതിന് പശ്ചാത്താപമായി മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകാനും ഉമ്മൻചാണ്ടി തയ്യാറാവണം. എന്റെ ഹൃദയം നീങ്ങുകയാണ്, ഞാൻ വീർപ്പ് മുട്ടുകയാണ്. ഞാൻ മൈക്ക് ശ്രീ വിശ്വംഭരനെ ഏൽപ്പിക്കുന്നു. ദൃശ്യങ്ങളുണ്ട് എന്ന് ആദ്യം തന്നെ അഡ്വാൻസ് ആയിട്ട് എന്തിനാ പറയുന്നത്? ദൃശ്യം തന്നെ വന്നാൽ പോരെ? അത് വേണുഗോപാൽ വെല്ലുവിളിച്ചതായിട്ടും കാണുന്നുണ്ടല്ലോ. അപ്പോൾ ദൃശ്യം വരട്ടെ, എന്നിട്ട് പറയാ കാര്യങ്ങൾ. പിണറായി അല്ലെങ്കിലും പണ്ടേ അങ്ങനെയാണ്. ശത്രുക്കളോട് പോലും ഒരു സ്നേഹം കാണിച്ചു കളയും. കോൺഗ്രസ്സുകാരാണെങ്കിലും വെറുതെ കയറി മുട്ടേണ്ട എന്നാണ് തീരുമാനം. മുഖ്യമന്ത്രിയൊക്കെ ആകുമ്പോൾ ഒരു സ്നേഹം ബാക്കി കാണണമല്ലോ. എന്തായാലും അഭിനയിച്ചു എന്ന് പറയപ്പെടുന്നവർ സിനിമ റിലീസ് ചെയ്യാൻ വെല്ലുവിളിച്ചു. ഇപ്പോൾ പൊട്ടിക്കുമെന്ന നിലയിൽ റീലും കയ്യിൽ പിടിച്ച് ബിജു രാധാകൃഷ്ണന്റെ കൊട്ടേഷൻ ഏറ്റെടുത്തവർ ഭീഷണി മുഴക്കി. ഇനിയൊരു ഇടവേളയാണ്, അത് കഴിഞ്ഞ് പെട്ടി പൊട്ടിക്കൽ. ബിജുവിന്റെ രേഖാമൂലമായ അനുമതിയോടുകൂടി മാത്രമേ പ്രസിദ്ധപ്പെടുത്തൂ. ഇത്തരം ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അടിയന്തരമായിട്ടും അത് പുറത്തു വിടണം.